ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണിയിൽ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്, ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റാണ് എടുക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 2022 ഫെബ്രുവരിയിലാണ്. അപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 78 കിലോ ആയിരുന്നു. അതിൽ നിന്നും ഒരു 63 കിലോ വരെയായി ആ ഒരു വർഷം 2022 നവംബർ ഒക്കെ ആയപ്പോഴത്തേനും ഒരു 63 കിലോ വരെയൊക്കെ ആയി. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 168 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എൻ്റെ വെയിറ്റ് എപ്പോഴും ഒരു 65 താഴെ നിൽക്കുന്നതാണ് എനിക്ക് നല്ലത്. അപ്പം ആ ഒരു റേഞ്ചിലാണ് ഇപ്പോഴും എൻ്റെ വെയിറ്റ് നിൽക്കുന്നത്. ഒരു 62-63 റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണ്. ഇടയ്ക്ക് ഒരു കൊല്ലമൊക്കെ എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നെങ്കിലും എൻ്റെ വെയിറ്റ് കൂടിയില്ല. അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം വീണ്ടും ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറേ വീഡിയോസ് ഞാൻ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫുഡ് റുട്ടീനും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോഴുള്ള എൻ്റെ കുറച്ച് ചലഞ്ചസ് ഒക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് തന്നെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. കാരണം അന്നേ വരെ ഞാൻ ഒരു ഡയറ്റോ ഒരു കാര്യങ്ങളും ഞാൻ എടുക്കാത്ത ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡയറ്റ് എടുക്കുന്നത്. അന്നേ വരെ ഞാൻ 78-79 കിലോ ആയെങ്കിലും 78 കിലോയൊക്കെ വരെ ഞാൻ ഒരു ഡയറ്റും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഡയറ്റും എടുത്തിട്ടില്ല. അപ്പം ആ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളൊരു ഡയറ്റിലേക്ക് പോകാന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു സ്ട്രെസ്സാണ്. പിന്നെ അതിനു വേണ്ടി നമ്മൾ മാനസികമായി ഒന്ന് പ്രിപ്പയർ ആകണം. അത് തന്നെ എനിക്ക് വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഇത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല. അങ്ങനെ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. എപ്പോഴും എല്ലാവരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തുടങ്ങും, ചിലപ്പോൾ ഒരു ദിവസം എടുക്കും, അല്ലെങ്കിൽ 2 ദിവസം എടുക്കും, പിന്നെ അതങ്ങ് ഫ്ലോപ്പ് ആവും. അങ്ങനെ ഒരു അവസ്ഥ വരലെന്ന് എനിക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ ഞാനിങ്ങനെ എൻ്റെ വിചാരിക്കുമ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്നു, ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം, ഇതെനിക്ക് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എനിക്ക് ആവണം എന്നുള്ള ഒരു നിശ്ചയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ മുന്നിൽ വലിയൊരു ഇതായിരുന്നു. അത് സ്റ്റാർട്ട് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ എനിക്കതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഇതുവരെ ഒരു ഡയറ്റും ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല, മധുരമോ അത് ഒരു കുന്തവും ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അപ്പം അതെനിക്കൊരു അതങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കണമെന്ന് വിചാരിക്കും. കാരണം എൻ്റെ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു മുട്ടിന് വേദനയൊക്കെ വന്നു തുടങ്ങി ആ ഒരു സമയത്ത്. അപ്പോൾ എനിക്കത് കുറയ്ക്കേണ്ട എൻ്റെ ഒരു അത്യാവശ്യമായ കാര്യമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിരുന്നു. അത് ഞാൻ കുറേ ദിവസം എൻ്റെ മനസ്സിലിട്ട് ഇങ്ങനെ എനിക്ക് വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ ശരിയാവത്തില്ല. അങ്ങനെ എൻ്റെ മനസ്സിനെ ഞാൻ ആദ്യം പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ മെൻ്റലി ഒന്ന് പ്രിപ്പയർ ആയി. കാരണം എനിക്കത് നിർത്തല്ലെന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തല്ല. അപ്പം ആ ഒരു ഡിസിഷൻ എടുക്കുന്ന എനിക്കൊരു ഭയങ്കരമായ ഒരു കാര്യമായിരുന്നു. അതെനിക്ക് തോന്നുന്നു പലർക്കും അങ്ങനെ അത് വലിയൊരു കാര്യം തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു വെയിറ്റ് ലോസ് അങ്ങനെ ഒരു ഡയറ്റ് എടുത്ത് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. പെട്ടെന്ന് നമുക്ക് അതിന് തൊട്ട് ഡയറ്റ് എടുക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ എടുക്കും, പിന്നെ നമ്മളങ്ങ് ഫ്ലോപ്പ് ആക്കും, പിന്നെ അത് നമ്മൾ കളയും. അങ്ങനെ പിന്നെ വീണ്ടും പഴയ രീതിയിലുള്ള ഒരു റുട്ടീനിലേക്ക് വരും, വീണ്ടും അപ്പോൾ ഇരട്ടി തടിയാകും. അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കുക എന്നുള്ളതൊരു ഭയങ്കര കാര്യമായിരുന്നു. അത് എനിക്കൊരു വലിയൊരു ചലഞ്ചായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഒരു ഡയറ്റിലേക്ക് പോയി. ഞാൻ ആദ്യം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർക്കുന്നത്, ഞാൻ അങ്ങനെ ഒരു ഡയറ്റിലേക്ക് പോകാൻ ഞാൻ മാനസികമായി ഞാൻ എന്നെ കുറച്ച് ദിവസം എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ഡിസിഷൻ നമ്മൾ അങ്ങനെ എന്തു വന്നാലും ഞാൻ ഇതെടുത്തേ തീരത്തുള്ളൂ എന്നുള്ള ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമേ ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ എൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസിൻ്റെ വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ഡിസിഷൻ വെയിറ്റ് കുറയ്ക്കാനുള്ള ആളുകൾ എടുക്കണം. വെയിറ്റ് കുറയ്ക്കുക മാത്രമല്ല, വെയിറ്റ് കൂട്ടാൻ ആഗ്രഹമുള്ളവർ, അങ്ങനെ നമ്മൾ മനസ്സിന് നല്ലപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, ഈ വെയിറ്റ് കുറയ്ക്കുക, വെയിറ്റ് കൂട്ടുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് മാത്രമേ അത് പറ്റത്തുള്ളൂ. വേറൊരാളുടെ ഒരു സഹായം നമുക്കതിന് ആവശ്യമില്ല. നമ്മളെ കൊണ്ട് സ്വന്തമായിട്ട് പറ്റുന്ന കാര്യമാണ്.
അതൊക്കെ. അപ്പോൾ അതെടുക്കുമ്പോൾ ആ ഒരു ഡിസിഷൻ എല്ലാവരും എടുക്കുന്നത് അത് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ മാനസികമായി അതിനാദ്യം ഒന്ന് പ്രിപ്പയർ ആകുക, എന്നിട്ട് എടുക്കുക. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യം എടുക്കുക എന്നുള്ളത്. അപ്പം അത് ഞാൻ എടുത്തു. അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. അത് ഞാൻ ഭയങ്കര എൻ്റെ ഒരു വാശിയായിരുന്നു. അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അത് സാധിക്കുന്നു എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോഴും ഇടയ്ക്ക് എനിക്കൊരു ബ്രേക്ക് എടുത്തെങ്കിലും ഇനി വീണ്ടും ഇപ്പം ഞാൻ ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് പോകാൻ എനിക്ക് വലിയൊരു കുഴപ്പമില്ലായിരുന്നു. അതെന്നെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതും അന്നെടുത്ത ആ ഒരു എന്താ പറയുന്ന ആ ഒരു തീരുമാനമാണ്. അപ്പൊ അങ്ങനെ ആദ്യം മനസ്സിനെ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ നല്ലപോലെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. പിന്നെ അടുത്ത ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഷുഗർ കട്ട് ചെയ്യുന്നുള്ള. ഷുഗർ കട്ട് എന്നുള്ളത് ഒരു ഭയങ്കരമായ ഒരു കാര്യമായിരുന്നു എനിക്ക്. അത് ആലോചിക്കുമ്പം, അത് എടുത്തതിന് ശേഷമല്ല, എനിക്ക് ഷുഗർ കട്ട് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഒരു മധുരം ഇടാതെ ചായ അങ്ങനെ കുടിച്ചിട്ടേ ഇല്ല. ഞാൻ നല്ലോണം മധുരമിട്ട ചായകളാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. നല്ലപോലെ മധുരമിട്ട ചായയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ആ ഒരു ഷുഗർ കട്ട് ചിന്തിക്കുമ്പം എനിക്ക് ഞാൻ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ പോകാന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വേണം. എന്നാലേ നമുക്കത് കുറച്ച് ആ ഒരു ഡയറ്റ് എന്ന് പറയുമ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്താലേ നമുക്കതൊരു വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വെയിറ്റ് കുറയ്ക്കാൻ, ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ ഷുഗർ കട്ടൊക്കെ ചെയ്താലേ അത് പറ്റത്തുള്ളൂ. അപ്പൊ അത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ അത് എനിക്കൊരു ഭയങ്കരമായ ഒരു എങ്ങനെ ഞാനത് ഷുഗർ എനിക്ക് പറ്റുമോ എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഇപ്പോഴും ആലോചിക്കുമ്പം. അതെനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഞാനത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതുമായിട്ട് അങ്ങ് സെറ്റായി. പിന്നെ എനിക്ക് മധുരം ഇട്ട ചായ കുടിക്കണമെന്ന് തോന്നിയില്ല. എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ചിലർക്കൊക്കെ അത് ഭയങ്കര വിഷമമായിരിക്കും. ചിലപ്പം മധുരം അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അത് അത്രയും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള അത്രയും ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടായിരുന്നായിരിക്കും ആ ഒരു ദിവസം രാവിലെ വൈകിട്ടും ചായ ഞാൻ മധുരം ഇടാതെ കുടിച്ചു. അതങ്ങ് നടത്തി കുടിച്ചു. പിന്നെ പിറ്റേ ദിവസം എനിക്ക് തോന്നിയേ ഇല്ല ഞാൻ മധുരം ഇട്ട് എനിക്ക് ചായ കുടിക്കണം. പിന്നെ പക്ഷെ വീണ്ടും ആ ഒരു ദിവസം മധുരം ഇടാതെ ചായ കുടിച്ചാൽ വീണ്ടും മധുരം ഇടാതെ തന്നെ ചായ കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം ഞാനതൊട്ട് വിചാരിച്ചില്ല ഞാനത് സാധിച്ചെടുക്കുമെന്ന്. പക്ഷെ ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് എനിക്കത് പെട്ടെന്ന് എനിക്ക് ആ ഒരു മധുരമില്ലാത്ത ഒരു ഷുഗർ കട്ട് ലൈഫിലേക്ക് എനിക്ക് വരാൻ പറ്റി. ഞാൻ എല്ലാ മധുരങ്ങളും. പിന്നെ പൊതുവേ എൻ്റെ വീട്ടിലും ഇവിടെ എനിക്കാണേലും ശ്രീഹരിക്കാണേലും ഒരു ഗുണമുള്ളത് ചായക്ക് മാത്രമേ മധുരം ഉപയോഗിക്കത്തുള്ളായിരുന്നു. അതല്ലാതെ ഞങ്ങൾ ഈ പുറത്തുനിന്ന് സ്വീറ്റ്സ് മേടിച്ച് കഴിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് സ്വീറ്റ്സ് കഴിക്കുന്ന ഞങ്ങൾ വളരെ പുറമോട്ടാണ്. വല്ലപ്പോഴും നാട്ടിൽ പോകുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ആയിട്ട് കഴിക്കുന്നത്. അങ്ങനെ ആഗ്രഹം തോന്നി വല്ലോ ഗുലാബ് ജാമുൻ മേടിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതല്ലാതെ ഇവിടെ വാങ്ങിച്ച് വെച്ചിരുന്ന് കഴിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഈ സ്വീറ്റ്സ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം എനിക്കില്ല. സ്വീറ്റ്സ് ആണെങ്കിലും ചോക്ലേറ്റ് ഓൾറെഡി എനിക്കും തലവേദന വരും, ശ്രീഹരിക്കും തലവേദന വരും. അപ്പം അതൊക്കെ പുറത്ത് പോകുമ്പോൾ മാത്രം അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി, മുട്ടായി, സ്വീറ്റ്സ് അങ്ങനെ വാങ്ങിച്ച് വെച്ച് ഡെയിലി കഴിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എനിക്കുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് കേക്ക് ഉണ്ടാക്കലായിരുന്നു. എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ വെയിറ്റ് ഉള്ള സമയത്തൊക്കെ ഞാൻ ഇഷ്ടം പോലെ കേക്കുകൾ ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് എനിക്കിങ്ങനെ തോന്നുമ്പോൾ എനിക്കിഷ്ടമായിരുന്നു ബേക്കിംഗ് എന്നുള്ള പരിപാടി. പക്ഷെ ഞാൻ അതങ്ങ് നിർത്തി. ഞാനിപ്പോൾ കുറേ നാളായി ബേക്ക് ചെയ്തിട്ട്. കാരണം ഈ ഒരു പ്രശ്നം കാരണം എനിക്ക് അതൊരു ഞാൻ കഴിക്കും. അപ്പം അതൊരു വെയിറ്റ് കൂടാൻ കേക്കൊക്കെ കഴിച്ച് നല്ലോണം വെയിറ്റ് കൂടും. കാരണം അതിനകത്ത് നല്ലതായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇപ്പൊ കുറെ ഹെൽത്തി വേ ഓഫ് കേക്ക് ബേക്കിംഗ് ഒക്കെ ഉണ്ട്. അത് പക്ഷെ അത്രയും നമ്മൾ ഒറിജിനൽ ആ ഒരു പഞ്ചസാരയൊക്കെ ചേർത്ത് കേക്ക് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും ആക്ച്വലി മറ്റേ ഹെൽത്തി കേക്കിനൊന്നും കിട്ടത്തില്ല. അത് നമുക്ക് ആ ഒരു ഹെൽത്തി വേയിൽ ആ ഒരു ഷുഗർ ക്രേവിങ് അടക്കാൻ മാത്രമുള്ള ഒരു സംഭവമേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ ആ കേക്ക് ബേക്കിംഗ് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം ഇത് നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് എപ്പോഴും നല്ലത്. കേക്കൊക്കെ നമുക്ക് പുറത്ത് പോകുമ്പോൾ വല്ലപ്പോഴെങ്കിലും മേടിച്ച് കഴിക്കാൻ പറ്റും. അങ്ങനെ മേടിച്ച് കഴിച്ചാലുള്ള ഗുണം നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രം ഒരു പീസ് കേക്ക് കഴിക്കത്തുള്ളൂ. ഞാനിവിടെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കേക്ക് മുഴുവനും തിന്നും.
ഞാനാണെങ്കിലും ശ്രീഹരിക്ക് പിന്നെ അത്രയ്ക്ക് വലിയ കേക്കിനോട് വലിയ താല്പര്യമില്ല. എനിക്കിഷ്ടമാണ്. എനിക്ക് ക്രീം കേക്കുകളല്ല, എനിക്ക് ടീ കേക്കുകൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ അങ്ങനെയുള്ള പല ഫ്ലേവറിലുള്ള ടീ കേക്കുകളൊക്കെ ഞാൻ ഉണ്ടാക്കി പരീക്ഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് ഞാൻ തന്നെയാണ് അത് കൂടുതലും തിന്നുന്നത്. അപ്പം അങ്ങനെ എൻ്റെ വെയിറ്റ് കൂടും. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം, അത് എനിക്ക് ആ ഒരു ഷുഗർ കട്ട് എന്ന് പറയുന്ന ആ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അതും ഭയങ്കര എന്താ പറയുന്നത്, ആ ഒരു ഇത് അത് പക്ഷെ ഞാൻ വിചാരിക്കുന്നതിലും എളുപ്പത്തിൽ എനിക്ക് സാധിച്ചു. എല്ലാ ഷുഗറും അവോയ്ഡ് ചെയ്തു, എല്ലാ ഷുഗറും. ആ സമയത്ത് ഒന്നും പഞ്ചസാര എല്ലാം പഞ്ചസാരയിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, മധുരത്തിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അവോയ്ഡ് ചെയ്തായിരുന്നു ആ ഒരു സമയത്ത്, എൻ്റെ ഒരു നല്ല വെയിറ്റിലിരിക്കുമ്പോൾ. അതായിരുന്നു എൻ്റെ ഒരു ഞാൻ വലിയ ഒരു ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചിട്ട് എനിക്കത് ഈസി ആയിട്ട് അത് ഓവർകം ചെയ്യാൻ പറ്റിയത് ഈ ഷുഗർ കട്ടായിരുന്നു ആക്ച്വലി. പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഫീൽ ചെയ്തത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പം, ഈ വൈകുന്നേരം നമ്മളൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്കറിയാം 8:16 എന്നുള്ള റേഷ്യോ അല്ലെങ്കിൽ 10:14 അങ്ങനെയുള്ള റേഷ്യോയിലാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. അപ്പം ഈറ്റിംഗ് വിൻഡോ എന്ന് പറഞ്ഞ കാര്യമില്ലേ, അത് കഴിഞ്ഞ് അതിനൊരു സമയം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന 10:14 ആകുമ്പം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം 6-ന് മുമ്പ് എൻ്റെ ഫുഡെല്ലാം തീർക്കണം. ആ 6-ന് മുമ്പ് തീർക്കുക എന്നുള്ളത് എനിക്കൊരു ലാസ്റ്റ് മീൽ എടുക്കുക എന്നുള്ളത് എനിക്ക് തുടക്കത്തിൽ എനിക്കൊരു ഭയങ്കര എന്താ പറയുന്നത്, അത് ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി 6 മണിക്ക് മുമ്പ്. കാരണം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണമല്ലോ. അപ്പം എൻ്റെ ഫുഡ് ആ സമയം കൊണ്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യണം രാത്രിയിലത്തെ. അതെനിക്ക് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്, അതെനിക്കൊരു ചലഞ്ചായിരുന്നു കുറേ ദിവസത്തേക്ക്. ഈ 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എൻ്റെ വൈകിട്ടത്തെ എന്താണ് ഞാൻ ഡിന്നർ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് എന്താ പറയുന്നത്, എനിക്കത് വിചാരിക്കുമ്പോൾ ഞാൻ വെപ്രാളപ്പെട്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 മണിക്ക് മുമ്പ് എനിക്ക് കഴിക്കണം. അത് എനിക്ക് പിന്നെ ശീലമായി. അത് തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വിശപ്പിനേക്കാളും കൂടുതൽ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു രാവിലെ അന്ന് ഞാൻ ഈ ഒരു 8:16 ആയിരുന്നു. ഇതിലും കുറഞ്ഞ ഈറ്റിംഗ് വിൻഡോ എനിക്ക് 8 അവേഴ്സേ ഉള്ളായിരുന്നു. പക്ഷെ ആ 8 അവേഴ്സിനുള്ളിൽ എനിക്ക് 3 മീൽ എടുക്കുകയും ചെയ്യണം. അപ്പം 3-ാമത്തെ മീൽ ആ ഒരു എന്താ പറയുന്നത്, ഇപ്പം 7 മണിക്ക് മുമ്പാണെങ്കിൽ ആ 7 മണിക്ക് മുമ്പ് എനിക്ക് ഉണ്ടാക്കി കഴിക്കണം. വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാനുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കെടുത്തങ്ങ് കഴിച്ചാൽ മതി. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പം അതൊരു വലിയ ചലഞ്ചായിരുന്നു എനിക്ക് തുടക്കകാലങ്ങളിൽ. ആ ഒരു ടൈം കീപ്പ് ചെയ്ത് നമ്മൾ കഴിക്കണം. രാവിലെ ബ്രേക്ക് ചെയ്യുന്ന അത്രയും ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതെന്തായാലും നമ്മൾ ആ ഒരു കറക്റ്റ് സമയത്ത് ബ്രേക്ക് ചെയ്യും. പക്ഷെ അവസാനിപ്പിക്കുന്നത് അത് കുറച്ച് നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്യണം, എന്താ ഉണ്ടാക്കണം, എന്ത് നമ്മൾ കഴിക്കണം, എന്തെല്ലാം കഴിക്കണം എന്നുള്ളത്. എന്നിട്ട് അത് ആ ഒരു നേരത്തെ തന്നെ രാത്രിയിലത്തെ ഡിന്നർ അല്ലേ, അതൊരു ഉച്ച കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ ചായ കുടിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇതുണ്ടാക്കി നമ്മൾ എടുത്ത് കഴിക്കണം. അതെനിക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് എനിക്ക് ഭയങ്കര ഒരു തുടക്കകാലത്ത്, ഇപ്പം എനിക്ക് കുഴപ്പമില്ല. ഇപ്പം അതൊക്കെ അത് ആ ഒരു തുടക്കകാലത്ത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ വരും. അതൊക്കെ ഒരു ചലഞ്ചായിരുന്നു എനിക്ക്. അത് ആ ഒരു കറക്റ്റ് ടൈം കീപ്പ് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. പക്ഷെ അതങ്ങനെ ചെയ്യണം. നമ്മൾ കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതങ്ങ് ശരിയാവും. അതങ്ങ് നമ്മൾ ആ ഒരു സമയം നമുക്ക് ആ ഒരു റുട്ടീനിലേക്ക് നമ്മൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈസി ആയിട്ട് നമുക്കതങ്ങ് എന്താ പറയുന്നത് ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ. സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും കുക്ക് ചെയ്ത് തരാനുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നത്തിൽ എടുത്ത് അവരോട് പറഞ്ഞ് എടുത്തങ്ങ് കഴിച്ചാൽ പോരാ. അപ്പം അതെനിക്കൊരു ചലഞ്ചായിരുന്നു. പിന്നെ ഉള്ളത് അൺനെസസറി ആയിട്ടുള്ള ക്രേവിങ്സ്. നമ്മളിപ്പം ഈ ഈറ്റിംഗ് വിൻഡോയിൽ ഇരിക്കുമ്പം തന്നെ, ഫാസ്റ്റിംഗ് വിൻഡോയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈറ്റിംഗ് വിൻഡോയിൽ ഇരിക്കുമ്പം തന്നെ ഈ അൺനെസസറി ആയിട്ടുള്ള ക്രേവിങ്സ് ചില സമയത്ത് തോന്നും. ചില സമയത്ത് നമുക്ക് മധുരം കഴിക്കാൻ തോന്നും. ചില സമയത്ത് നമുക്ക് അവിടെ പോയി കഴിച്ചാലോ ഇവിടെ പോയി കഴിച്ചാലോ ഓർഡർ ചെയ്ത് കഴിച്ചാലോ. അതൊക്കെ തുടക്കകാലത്ത് നമുക്കത് എന്താ പറയുന്നത്, പണ്ട് ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇല്ലാത്ത സമയത്താണ് നമുക്ക് ഇപ്പം ഒരു പിസ്സ കഴിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് അങ്ങ് കഴിക്കാം. പക്ഷെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പം അങ്ങനെയൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ഹെൽത്തി വേ ഓഫ്
ഈറ്റിംഗ് എന്ന് പറയുമ്പം അതൊക്കെയാണ് നല്ലത്. നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്. എന്നെ സംബന്ധിച്ച് പുറത്തുനിന്ന് ഞാൻ അങ്ങനെയാണ് വെയിറ്റ് കുറച്ചിരിക്കുന്നത്. പുറത്തുനിന്ന് നമ്മൾ ഇപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഒരു ഇപ്പം ആഴ്ചയിൽ ഒരിക്കൽ ഒരു ചീറ്റ് ഡേ എടുക്കണം, അത് വേറെ കാര്യം. അതല്ലാതെ നമ്മൾ അൺനെസസറി ക്രേവിങ്സ് ഇങ്ങനെ ഉണ്ടാക്കുന്ന അത്ര ശരിയല്ല. അത് പിടിച്ചു നിർത്താൻ എനിക്ക് കുറച്ച് തുടക്കകാലത്ത് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അൺനെസറി ആയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഒരു ഡയറ്റ് എടുക്കാത്തവർക്ക് അങ്ങനെ ഒരു ക്രേവിങ്സ് ഒക്കെ വരുമ്പോഴത്തേനും അത് നമ്മൾ പിടിച്ചു നിർത്തണം. അത് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അതിന് പകരം ഇപ്പം എല്ലാവരും അങ്ങനെ ക്രേവിങ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പല ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ പറയും. പക്ഷെ അതെല്ലാം മാനസികമായി നമ്മുടെ മനസ്സാണ് അതിനെല്ലാം നിയന്ത്രിക്കേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ചിലപ്പം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ അതിന് പകരം എന്ത് കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് ആ കാര്യം കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിട്ടും തോന്നും. അതിന് പകരം ഇപ്പം എന്ത് കിട്ടിയാലും ചിലപ്പോൾ അത് കഴിച്ചിരുന്നെങ്കിൽ എന്നൊരു തോന്നലുണ്ടാവും. പ്രത്യേകിച്ച് ഡയറ്റിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആ തോന്നൽ ഭയങ്കരമായിട്ടും കൂടും. അതെല്ലാം മനസ്സിനെയാണ് നിയന്ത്രിക്കേണ്ടത്, വേറെ ഒന്നിനെയല്ല. മനസ്സിനെ നിയന്ത്രിച്ച് നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താ? വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അപ്പം ആ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ആ ഒരു എയിം ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ഭയങ്കരമായ ഒരു ഡിസിഷൻ ആണെങ്കിൽ അതൊക്കെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിന് പകരം ഒരു അൺനെസറി ക്രേവിങ്സ് തുടക്കകാലത്ത് ഉണ്ടാക്കുമ്പം ഞാൻ കൂടുതലും എൻ്റെ മനസ്സിനെയാണ് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല, നിന്റെ വെയിറ്റ് കുറയത്തില്ല, അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു അൺനെസറി ക്രേവിങ്സ്, ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ, എന്നാലേ വെയിറ്റ് കുറയത്തുള്ളൂ. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ തന്നെയാണ് അത് പ്രിപ്പയർഡ് ആക്കേണ്ടത്. എല്ലാ കാര്യത്തിനും അത് അങ്ങനെയാണ്. അത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ വിചാരിക്കണം, എന്നാലേ അതൊക്കെ നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ഒഴിവാക്കി. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്രേവിങ്സും കുറയ്ക്കാൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു കോൺകർ ഹങ്കർ ആൻഡ് ക്രേവിങ്സ് എന്നുള്ള സംഭവം. ആ രീതിയിലൊക്കെ ഫുഡ് കഴിച്ചാൽ കുറേയൊക്കെ നമുക്ക് ഇല്ല, ആ ഒരു ക്രേവിങ്സ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ എന്നാലും അതെല്ലാം ഒരു മനസ്സിന്റെ ബലമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും. അപ്പം ആ ഒരു അൺനെസറി ക്രേവിങ്സ് തുടക്കകാലത്ത് എനിക്കൊരു ചലഞ്ചായിരുന്നു. ഞാനത് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് അതങ്ങ് ഇല്ലാതാക്കി എന്ന് വേണം പറയാനായിട്ട്. പിന്നുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, അതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. മിക്കവാറും എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരിക്കും വെയിറ്റ് സ്റ്റക്ക് ആകുക എന്നുള്ളത്. അതായത് എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഒരു 2 കിലോ 3 കിലോ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു. ഏകദേശം ഒരു മാസം കൊണ്ട് 2 കിലോ 3 കിലോ അങ്ങ് കുറഞ്ഞു. പിന്നെ ചെറുതായിട്ടൊരു വെയിറ്റ് അവിടെ നിൽക്കുന്ന ഒരു ഫീലിംഗ്, ഒരു സ്റ്റക്ക് ഫീലിംഗ് എനിക്ക് തോന്നി. അത് എനിക്കൊരു ചലഞ്ചായിരുന്നു, അതൊന്ന് ഓവർകം ചെയ്യാന്നുള്ളത്. അത് ഇത് കണ്ടിന്യൂസ് തന്നെ എൻ്റെ ആ ഒരു ഞാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ വെയിറ്റ് സ്റ്റക്കായി നിൽക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഇത് കുറയുന്നില്ലല്ലോ, ഇനി ഇത് കുറയത്തില്ലല്ലോ, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്തോ ആ കാര്യം, അങ്ങനെ ഒരിക്കലും വിചാരിക്കല്. നിങ്ങളത് കണ്ടിന്യൂ ചെയ്ത് പോവുക. പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസും പിന്നെ ഇതിനൊക്കെ പുറമെ ഒരു കാര്യമുണ്ട്. ഇതിപ്പം നോർമലായിട്ട് ഒരു വ്യക്തിക്കാണെങ്കിൽ അത് എന്തായാലും കുറെ ചെയ്ത് കഴിയുമ്പം വെയിറ്റ് കുറയും. അതല്ലാതെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ള ഒരാളാണെങ്കിൽ ചിലപ്പം അത് ഡോക്ടറെ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ചിലപ്പം ഈ വണ്ണം അതിൻ്റെയൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പം വണ്ണം കുറയ്ക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു രീതി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ എൻ്റെ വണ്ണം കുറയത്തുള്ളായിരിക്കും. അതല്ല നോർമലായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ മനസ്സ് വിഷമിക്കല്ലേ, ഇത് സ്റ്റക്കായി നിൽക്കുകയാണ്, അത് ഇതാകത്തില്ലെന്ന്. പക്ഷെ നിങ്ങൾ ആ നിങ്ങളുടെ ഇത് കണ്ടിന്യൂ ചെയ്തു പോവാം. അങ്ങനെ സ്റ്റക്കായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ റേഷ്യോയിൽ ഒരു മാറ്റം വരുത്തുക. അപ്പം ഇതാവും. അപ്പം ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം എടുക്കുന്ന ആ ഒരു 10:14 ആ ഒരു റേഷ്യോ ആണെന്ന് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനത് 8:16 ആക്കിയപ്പോഴത്തേനും ബെറ്ററായി വന്നു. ആ ഒരു റേഷ്യോയിൽ മാറ്റം വരുത്തുക, ഫുഡിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുക. ആ ഒരു മാസം നിങ്ങൾ നിങ്ങൾക്ക് വെയിറ്റ് സ്റ്റക്ക് ആവുന്നു എന്നൊരു ഫീലിംഗ് വരുമ്പം നിങ്ങൾ എടുക്കുന്ന ഡയറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തുക.
പിന്നെന്തായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രോബ്ലം അങ്ങ് മാറും. ഇപ്പോൾ കൂടുതൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗുകാർ എൻ്റെ അനുഭവത്തിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു മാസം കഴിഞ്ഞ് ഒരു 2-3 കിലോ കുറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആ ഒരു വെയിറ്റ് സ്റ്റക്കായി നിൽക്കാന്നൊരു ഫീലിംഗ് വന്നത്. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ റേഷ്യോ മാറ്റി 8:16 എന്നുള്ള റേഷ്യോയിലാക്കി. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഫുഡിലും കാര്യങ്ങളിലും ഒക്കെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ബോഡി കുറച്ചുകൂടെ അതുമായിട്ടൊക്കെ അഡാപ്റ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഫുഡിലും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു മാറ്റം വരുത്തി കാർബിൻ്റെ അളവ് കുറയ്ക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കുക കാർബിൻ്റെ അളവ്. പക്ഷെ അതിനൊത്ത് പ്രോട്ടീനും ബാക്കിയുള്ള കാര്യങ്ങളും വെജിറ്റബിൾസും ഒക്കെ കൂട്ടണം ഈ കാർബിൻ്റെ അളവ് കുറയ്ക്കുമ്പം. അതിനനുസരിച്ചും ബാക്കി പ്രോട്ടീൻ, ഫാറ്റ്, എന്താ പറയുന്നത്, വെജിറ്റബിൾസ് അതിൻ്റെയൊക്കെ അളവ് കൂട്ടി അങ്ങനെയൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടാകുമ്പോഴത്തേനും ആ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു ഫീലിംഗ് അങ്ങ് മാറും. നമുക്ക് വെയിറ്റ് വീണ്ടും നമുക്ക് കുറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു. സ്ഥിരമായി ആ ഒരു മാസം ചെയ്തതിൻ്റെ ഒരു കാര്യം എനിക്ക് അപ്പോഴാണ് കൂടുതലും ആ ഒരു സ്റ്റക്കായിട്ടുള്ള ഫീലിംഗ് തോന്നിയത്. പിന്നെ എനിക്ക് പതിയെയാണ് വെയിറ്റ് കുറഞ്ഞത്. കാരണം ഞാൻ ഓവറായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഞാൻ ഓവറായിട്ട് അങ്ങ് ഭക്ഷണം കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താ പറയുന്നത്, വർക്കൗട്ട് ഒരു മിനിമൽ രീതിയിലുള്ള എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന രീതിയിൽ ഉള്ള വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ പിന്നെ അത് കഴിഞ്ഞ് പതുക്കെയാണ് കുറഞ്ഞൊരു 63-ൽ എത്തിയത്. എപ്പോഴും പതുക്കെ അങ്ങനെ വെയിറ്റ് കുറഞ്ഞ് എത്തുന്നതാണ് ഹെൽത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കേട്ടിരിക്കുന്നു അങ്ങനെ ഒരു മാസം കൊണ്ട് 10 കിലോ 12 കിലോ കുറയ്ക്കുന്നതിലും പതുക്കെ കുറച്ചാൽ മതി. പതുക്കെ ആ ഒരു 60 നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ആ ഒരു ആ ഒരു എയിമിലേക്ക് എത്തുക. അപ്പം അത് വെയിറ്റ് സ്റ്റക്ക് ആകുക എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. കുറച്ചൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേനും വെയിറ്റ് കുറയാത്തൊരു ഫീലിംഗ്. അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതങ്ങ് ശരിയാവും. പിന്നെ ഇമോഷണൽ ഈറ്റിംഗ് എന്നുള്ള കാര്യം എല്ലാവർക്കും ഉണ്ടോ എന്നറിയത്തില്ല. എനിക്കും ശ്രീഹരിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വരുമ്പോൾ തിന്നുക എന്നുള്ളത്. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് ഞങ്ങൾ പറയും. അപ്പം ആ ഒരു ഇമോഷൻ ഇതിൽ തിന്നുക എന്നുള്ള ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ആ ഒരു സ്ട്രെസ് ഈറ്റിംഗ് നമ്മുടെ വണ്ണം കൂട്ടും. എനിക്ക് നല്ലപോലുള്ള ഒരു കാര്യമാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ വരുമ്പോൾ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിച്ചാലേ എൻ്റെ മനസ്സിന് തൃപ്തി വരത്തില്ല. എനിക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ജങ്ക് തന്നെ കഴിക്കണം. എന്നുവെച്ചാൽ നമുക്ക് വേണ്ടാത്ത എൻ്റെ ശരീരത്തിന് അൺഹെൽത്തി ആയിട്ടുള്ളത് കഴിച്ചാൽ മാത്രമേ എനിക്ക് ആ ഒരു തൃപ്തി ഉണ്ടാകത്തുള്ളായിരുന്നു. എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുമ്പോഴത്തേനും ആ ഒരു സ്ട്രെസ് ഈറ്റിംഗ് എന്നുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ട് എനിക്കും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡിനും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ് വരുമ്പോഴത്തേനും പുറത്തുനിന്ന് മേടിച്ച് എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറി കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടും. ആ ഒരു സംഭവം ഞാൻ പക്ഷെ കുറേ എനിക്ക് മാറ്റി. അതെനിക്ക് മാറ്റുന്ന ഒരു ചലഞ്ച് തന്നെ ആയിരുന്നു. കാരണം അങ്ങനെയുള്ള നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിനും അതും ഞാൻ പിടിച്ചു നിർത്തി. അത് നമ്മൾ പിടിച്ചു നിർത്തി നമ്മൾ ആ ഒരു ഹെൽത്തി വേയിൽ തന്നെ ഫുഡ് കഴിച്ച് അത് ഒതുക്കണം. ഈ സ്ട്രെസ് ഈറ്റിംഗ് എല്ലാവരും അത് ഇപ്പം ഡയറ്റ് ഒന്നും എടുത്തില്ലേലും അങ്ങനെ സ്ട്രെസ് ഈറ്റിംഗ് ഉള്ളവർ കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വണ്ണം കൂട്ടത്തേ ഉള്ളൂ. ഇപ്പം ഓൾറെഡി വണ്ണം ഉള്ളവരാണേലും വണ്ണം ഇല്ലാത്തവരാണേലും എന്നാലും അത് ഒരു അൺഹെൽത്തി ഹാബിറ്റ് ആണത്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേനും ഉടനെ കുറെ തിന്നതങ്ങ് അങ്ങനെ തിന്നുമ്പോഴത്തേനും നമുക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെ കുറെ വയറ് നിറച്ച് കഴിക്കുമ്പോഴത്തേനും ഒരു ആശ്വാസം കിട്ടും. അതങ്ങ് മാറ്റണം. അതെനിക്കൊരു ചലഞ്ചായിരുന്നു മാറ്റുന്നത്. പക്ഷെ ഇപ്പം അതൊക്കെ ശരി. ഇപ്പം അങ്ങനെ വലിയ സ്ട്രെസ് ഈറ്റിംഗ് ഒന്നും എനിക്കില്ല. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഇതെല്ലാം മനസ്സിലാണ്, നമ്മുടെ കയ്യിലാണ് നമ്മുടെ കൺട്രോൾ ഇരിക്കുന്നത്, വേറെ ആരുടെയും കയ്യിലല്ല. ഇപ്പം പുറത്ത് പോകുമ്പോൾ കഴിക്കുന്നതാണേലും വേറെ ഒരാൾ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ കഴിക്കുന്നതാണേലും വേറൊരാൾ നിർബന്ധിച്ച് കഴിക്കുന്നതാണേലും അതൊക്കെ നമ്മളെ ഒരു കഴിക്കെന്ന് പറഞ്ഞ് നിർബന്ധിച്ചാലും നമുക്ക് കഴിക്കുന്നത് മാത്രം നമ്മൾ കഴിക്കാവുള്ളൂ. അത് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. മറ്റുള്ളവർ കാണുന്നവർ പലതും പറയും. പക്ഷെ അനുഭവിക്കേണ്ടത് നമ്മളാണ്. അത് ഓർക്കണം. അവർക്കത് കഴിക്കുമ്പോൾ എന്താ ചിലപ്പോൾ നമ്മളെ കളിയാക്കാം. അപ്പോൾ ഷുഗർ കട്ട്, ഇപ്പം ഞാൻ പല റീൽസിലും കാണുന്നുണ്ട് ഈ ഷുഗർ കട്ട്
എല്ലാവർക്കും പുറത്തു പോയി വിത്തൗട്ട് ചായ എന്ന് പറയാൻ നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റീൽസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നാണം കിടന്ന കാര്യം എന്താണ്? നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് മധുരമുള്ള ചായ വേണോ മധുരമില്ലാത്ത ചായ വേണോ എന്നുള്ളത് ഒക്കെ ഞാൻ പറയും. എനിക്ക് വിത്തൗട്ട് മധുരം വേണ്ടെങ്കിൽ എനിക്ക് മധുരം വേണ്ടെന്ന് പറയാൻ എനിക്ക് വലിയ നാണക്കേട്. അതൊക്കെ ഓരോരുത്തരുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ. മധുരം ഇല്ലാത്ത ചായ മതി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഒരു എന്താ പറയുന്നത്, അതൊക്കെ അതിലൊന്നും അങ്ങനെ ഒരു കടയപ്പ് ചെന്ന് കഴിഞ്ഞ് അങ്ങനെ പറയാനുള്ള നാണക്കേട് വിചാരിക്കുന്ന പറഞ്ഞാൽ ഈ അടുത്തിടെ ഞാൻ ഈ 2 ദിവസം മുമ്പ് അങ്ങനത്തെ റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ എന്തിനാ, എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ട് പോലും ഇല്ല. എനിക്കിത് മതി, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മതി, എനിക്കിത് വേണ്ട, ഞാൻ മധുരം അങ്ങനെ പറയുന്നതിന് ഒരു കാരണം അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, എൻ്റെ ഇഷ്ടമാണ്. എനിക്കത് വേണ്ട എന്നുള്ളത് വേറൊരാളുടെ ഇഷ്ടമല്ല. വേറൊരാളിപ്പം മധുരം ഇട്ട് ചായ കുടിക്കുന്ന എനിക്ക് മധുരം ഇല്ലാത്ത ചായ മതി, അവരുടെ മുന്നേ എനിക്ക് മധുരം ഇല്ലാത്ത ചായ മതി എന്ന് പറയാനൊരു നാണക്കേട്, ഒരു എന്താ പറയുന്ന ഒരു ഇത് പറയാനൊരു നാണക്കേട് പോലെ തോന്നും. അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ഒരു ഇതിൽ എനിക്ക് വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇതുവരെ വേണോന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വേണം എല്ലാവരും എന്നാണ് ഞാൻ പറയുന്നത്. നിനക്ക് വേണമെങ്കിൽ കഴിക്കുക. ഞാൻ എല്ലാവരോടും ശ്രീഹരിയോടും ഒക്കെ പറയുന്ന കാര്യമാണ്. അവർക്ക് വേണ്ട എന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും കഴിക്കാതിരിക്കുകയും ചെയ്യല്ല, അവർ കഴിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ കഴിക്കുകയും ചെയ്യല്ല. എനിക്ക് വേണമെങ്കിൽ ഞാൻ കഴിക്കുക, എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ കഴിക്കാതിരിക്കുക. അതൊക്കെ നമ്മളാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, വേറൊരാളല്ല. അപ്പം ഇതിങ്ങനെ പറഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത്, എന്തായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്? അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് മധുരമില്ലാത്ത ചായ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മധുരമില്ലാത്ത ചായ മതി. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ബോഡി നമുക്കാണ് അതുകൊണ്ടുള്ള പ്രയോജനം ഇരിക്കുന്ന, വേറൊരാൾക്കല്ല. അപ്പം അങ്ങനൊന്നും വിചാരിച്ചിതൊന്നും ആരും കളയില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ മറ്റുള്ളവരെ വിചാരിച്ച് അവനവൻ്റെ കാര്യങ്ങൾ ഒരിക്കലും കളയില്ലെന്നാണ് ഇതിൻ്റെ ഞാൻ പറഞ്ഞു വന്നത്. അപ്പം ഈ ഇമോഷണൽ ഈറ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചാണ് ഇവിടം വരെ എത്തിയത്. ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയാം. അപ്പം ആ ഒരു കാര്യം നമ്മളത് കളയണം. ഇമോഷണൽ ഈറ്റിംഗ് ആ ഒരു ചലഞ്ച്, എനിക്കത് കളയണമെന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കരമായ ഒരു ചലഞ്ചായിരിക്കും. എല്ലാവർക്കും ഒന്ന് കുറേ പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ ഇമോഷണൽ ഈറ്റിംഗ് എന്നുള്ള സംഭവം, ഈ സ്ട്രെസ് ഈറ്റിംഗ് എന്നുള്ള ഒരു സംഭവം. അങ്ങനെ സ്ട്രെസ് ഈറ്റിംഗ് ചെയ്യുന്നവർക്ക് മിക്കവാറും പേർക്കും വണ്ണം കാണും എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം എനിക്കൊക്കെ വണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഒഴിവാക്കുക. അതെനിക്കൊരു ചലഞ്ചായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ അത് ഞാൻ ഒഴിവാക്കി എടുത്തു. അതൊക്കെ എന്താ പറയുന്നത്, അതെല്ലാം എനിക്കതിനൊരു ഞാൻ എങ്ങനെ അതിനൊരു ടിപ്പ്, അതിന് പകരം വെക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. ആക്ച്വലി അതിന് പകരമില്ല. അത് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് ഒഴിവാക്കിയ കാര്യങ്ങളാണ്. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക, എനിക്കിത് ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് വണ്ണം കുറയ്ക്കുന്നതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യാം. ഇമോഷണൽ ഈറ്റിംഗ് ഒഴിവാക്കുക. പിന്നെ ഉണ്ടല്ലോ ചില ദിവസങ്ങളിൽ അതിപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല, നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ തോന്നത്തില്ല. ഇപ്പം വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ കയറി നമുക്ക് കുക്ക് ചെയ്യാൻ തോന്നത്തില്ല, മീൽ പ്രിപ്പയർ ചെയ്യാൻ തോന്നത്തില്ല. അങ്ങനെ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉള്ള ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ. അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം ഉണ്ടല്ലോ. അത് ഓവർകം ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ചലഞ്ചായിരുന്നു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസം. കാരണം പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കില്ലെന്നാണ് എൻ്റെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പം പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും. അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി വേയിൽ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ആ ഒരു ഹെൽത്തി വേയിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യണം. ഹെൽത്തി വേയിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. എനിക്കറിയത്തില്ല. ഞാനിതുവരെ അങ്ങനെ ഒരു ഹെൽത്തി വേ ഓഫ് കുക്കിംഗ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ്, അല്ലെങ്കിൽ വല്ല ഇങ്ങനെ സബ്വേ പോലുള്ള ഇടത്തുനിന്ന് സാലഡ്സ് വാങ്ങിച്ച് കഴിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷേ ഞാൻ ആ സമയത്ത് അങ്ങനെയൊന്നും അത്രയൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ കുക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള നമുക്ക് ഒട്ടും പണിയെടുക്കാൻ മൂടില്ലാത്ത ദിവസങ്ങളിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് എനിക്കൊരു ചലഞ്ചായിരിക്കും. പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത്. പ്രത്യേകിച്ച് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നവർ അങ്ങനെ ആ ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ചില ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാകും. അതൊക്കെ ഓവർകം ചെയ്യണം. അതെനിക്കൊരു ഭയങ്കര ചലഞ്ചായിരുന്നു. അതൊക്കെ എനിക്ക് അതിനൊക്കെ പിന്നെ കുറച്ചുകൂടെ ശ്രീഹരിയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ മൂടില്ലാത്ത ദിവസങ്ങളിലൊക്കെ ശ്രീഹരിയും എൻ്റെ കൂടെ നിന്ന് കുക്ക് ചെയ്തൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പം അതൊരു
അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു അങ്ങനത്തെ ദിവസങ്ങളൊക്കെ വരും നമ്മുടെ ലൈഫിൽ. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്യണം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയർ ഫോൾ ആണ്. അതിന് ഞാൻ സെപ്പറേറ്റ് അതൊരു ചലഞ്ചായിരുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ ഫോളിനെ പറ്റിയാണ്. ആ ഒരു സമയത്തുള്ള ഒരു ഹെയർ ഫോൾ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള ഒരു വീഡിയോ ആണ്. അതൊരു വലിയ ചലഞ്ചായിരുന്നു എന്നെ സംബന്ധിച്ച്. ആ ഒരു ഹെയർ ഫോൾ എന്ന് പറയുന്നത് അത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്ന ഹെയർ ഫോൾ ഒരു വലിയ ചലഞ്ച് തന്നെയായിരുന്നു. അത് ഞാൻ ഓവർകം ചെയ്തെടുത്തു. അതെൻ്റെ ഡയറ്റ് തന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് ഓവർകം ചെയ്തെടുത്തതാണ്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ പോയി കാണുക. പിന്നെ ഒരു വലിയൊരു പ്രശ്നം പോർഷൻ കൺട്രോൾ സംഭവമാണ്. നമ്മൾ അതുവരെ കഴിച്ച ഒരു പോർഷൻ അങ്ങനെ അത്രയും ആയിരിക്കത്തില്ലല്ലോ നമ്മളൊരു ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നല്ലപോലെ കുറയ്ക്കും. അതിനനുസരിച്ച് പ്രോട്ടീനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വേണം നമ്മൾ ആ ഒരു പോർഷൻ നമ്മുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു ഭയങ്കര വലിയൊരു ചലഞ്ച് തന്നെയാണ് തുടക്ക സമയത്ത്. പിന്നെ നമ്മുടെ വയറ് അതിനായിട്ട് അങ്ങ് സെറ്റ് ആവും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് 3, അപ്പം അത് എന്താ പറയുന്നത് സ്ലോലി കുറച്ചുകൊണ്ട് വരും. ആദ്യം നമ്മൾ ചിലപ്പോൾ 3 ദോശയായിരിക്കും. നേരത്തെ നമ്മൾ 3-4 ദോശ തിന്നുമ്പം അതൊരു 2 ദോശയാക്കുക, 2-3 ദോശയാക്കി കൊണ്ടുവരിക. പിന്നെ അതൊരു 2 ദോശയാക്കുക. പിന്നെ അത് ഒരു ദോശ ഒന്നും ആക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. 2 ദോശയും അതിനൊപ്പിച്ച് പ്രോട്ടീനായിട്ട് മുട്ടയോ പയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക, വെജിറ്റബിൾസ് എടുക്കുക. അങ്ങനെ നമ്മുടെ വയർ ആ ഒരു രീതിയിൽ സെറ്റാക്കി കൊണ്ടുവരണം. പോർഷൻ കൺട്രോൾ ചെയ്ത് അതിന് നമ്മുടെ വിശപ്പ് എന്താ പറയുന്നത് അടക്കുന്ന കാര്യങ്ങളും എല്ലാം കഴിച്ച് പോർഷൻ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ മെയിനായിട്ടും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. പ്രോട്ടീൻ ഫാറ്റ് ഒന്നുമല്ല നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യം. കാർബാണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട കാര്യം. അപ്പം അത് കൺട്രോൾ ചെയ്ത് അതിനൊപ്പിച്ച് ഒരു കപ്പ് ചോറ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പിച്ച് തന്നെ കൂട്ടുക. അങ്ങനെ നമ്മുടെ വയറ് നിറയ്ക്കുക. അതാണ് വേണ്ടത്. അപ്പം അതൊരു വലിയ ചലഞ്ച് തന്നെ ആയിരിക്കും. അത് പക്ഷെ നമ്മൾ സ്ലോലി കുറച്ച് നമ്മുടെ ആ ഒരു വയറ് ആ ഒരു രീതിയിൽ സെറ്റായി വരുമ്പോൾ ഇപ്പം എനിക്ക് അതൊന്നും വലിയൊരു പ്രോബ്ലം ഉള്ള കാര്യമേ അല്ല. അതങ്ങനെയൊക്കെ തുടക്കത്തിൽ ഇച്ചിരി പ്രോബ്ലം ആയിരുന്നു. നമുക്കതൊരു വലിയ ചലഞ്ച് തന്നെ ആയിരുന്നു. അപ്പം അങ്ങനെ റെഡിയാക്കി എടുക്കാം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 2-3 കിലോ ഒക്കെ കുറയുമ്പോൾ നമുക്ക് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല. അപ്പം നമുക്ക് തോന്നുന്ന കാഴ്ചയിൽ എല്ലാവരും മിക്കവാറും ബോഡി ഷേമിങ് നല്ലപോലെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും വണ്ണമുള്ളവർ. അപ്പം കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 2-3 കിലോ കുറച്ചൊരു 5-8 കിലോ ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴേ നമുക്കൊരു കണ്ണാടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു. കണ്ണാടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞു എന്ന് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മളൊരു ഫുൾ സൈസ് ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യത്യാസം നല്ലപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതെനിക്ക് ആദ്യം എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറയുന്നത് സ്ട്രഗിൾ ആയിരുന്നു. അയ്യോ, എനിക്ക് ആഴ്ചയിൽ എന്താ എനിക്ക് വെയിറ്റ് കുറഞ്ഞ് കാണുന്നില്ലല്ലോ എന്നുള്ളത്. അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ കാണത്തുള്ളൂ. എനിക്ക് കഴിഞ്ഞ എൻ്റെ ഒരു റൈസ് കഴിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ ഒരു കമന്റിൽ ഇങ്ങനെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയുന്നത് ഫോട്ടോ എടുക്കുമ്പം കണ്ണാടി നോക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല, 3 കിലോ 3-4 കിലോ കുറഞ്ഞു, പക്ഷെ കണ്ണാടി നോക്കുമ്പോൾ ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, അത് എന്താ പറയുന്നത് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഞാനങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കുമായിരുന്നു എൻ്റെ വണ്ണം കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. അത് ഈ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനത്തെ ചില എന്താ പറയുന്നത് നമ്മൾ കാണുമ്പോൾ വണ്ണം കുറഞ്ഞു എന്ന് അറിയുന്നത് നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ്. അത് നമുക്കൊരു മോട്ടിവേഷനാണ് നമുക്ക് വീണ്ടും ആ ഒരു ഡയറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ. അപ്പം തുടക്കകാലത്ത് ഒരു 2-3 കിലോ നമ്മുടെ വെയിറ്റ് കുറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ നമ്മളെ കണ്ണാടി കാണുമ്പോഴത്തേനും നമുക്കത് തോന്നത്തില്ലായിരിക്കും. പക്ഷെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് പാകത്തിന് ആ ഒരു ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോഹം, പ്രത്യേകിച്ച് എനിക്കാണെങ്കിൽ ഇവിടെ വരുന്നു ശരിക്കും അറിയുന്നത്. ആദ്യം എനിക്ക് അറിഞ്ഞു തുടങ്ങിയത് ഇവിടാണ്. ഈ ഒരു ഭാഗമൊക്കെ വെയിറ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ആദ്യം എനിക്കതൊരു വിഷമമായിരുന്നു. അതെനിക്ക് ഇതായിരുന്നു. അതാണ് ഞാനിവിടെ പറയാൻ കാര്യം. അപ്പം അങ്ങനെ ഒരു കാര്യം.
ഇത്രയൊക്കെ ഉള്ളൂ ഞാനൊരു ചലഞ്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ചെയ്ത എല്ലാവരും ഫേസ് ചെയ്യുന്ന കുറേ ചലഞ്ചസ് ആണ്. ഇതിൽ എനിക്ക് ഭയങ്കരമായ ഈ ചലഞ്ചിൽ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഹെയർ ഫോൾ ആണ്. തുടക്കത്തിൽ ഞാനിത് എങ്ങനെ മാനേജ് ചെയ്യും എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് ഈ ഹെയർ ഫോൾ എന്ന് പറഞ്ഞ സംഭവം. അപ്പം അത് ഞാൻ മാനേജ് ചെയ്തെടുത്തു. അതെനിക്കൊരു ഭയങ്കരമായ ഒരു ചലഞ്ചായിരുന്നു, ആ ഒരു ഹെയർ ഫോൾ എങ്ങനെ എൻ്റെ കുറയ്ക്കാം എന്നുള്ളത്. പക്ഷെ അത് ഞാൻ ചെയ്തെടുത്തു. അത് ഫുഡ് ഡയറ്റിൽ തന്നെ കാര്യങ്ങളൊക്കെ മാറ്റി എനിക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഡോക്ടറെ കാണാൻ വരെ തീരുമാനിച്ചായിരുന്നു. ഒരു ഘട്ടം എത്തിയപ്പോഴത്തേനും ഡോക്ടറെ കണ്ടാലോ എന്നൊക്കെ വരെ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഡോക്ടറെ കാണുന്നത് തന്നെ നല്ല. അപ്പോൾ അവർ കറക്റ്റായിട്ട് അത് കുറഞ്ഞില്ലെങ്കിൽ, ഹെയർ ഫോൾ ഉള്ളവർ അത് കുറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതനുസരിച്ച് അവർ പറയുന്ന അനുസരിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം മാറ്റം വരും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ഇൻഫർമേഷൻ, നമ്മളെ മിസ്ലീഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം തുറന്നാലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ കാണും. അതിൽ നല്ലത് ഏതാ എന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന അവനവൻ്റെ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പം ചിലത് നമുക്ക് പരീക്ഷിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ഇത് നിങ്ങൾക്ക് ശരിയാവില്ല. കാരണം എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങളുടെ റെസ്പോണ്ട് ചെയ്യുന്നത്. അത് നമ്മൾ പരീക്ഷിച്ചാലേ അറിയത്തുള്ളൂ. ഇപ്പം എല്ലാവരും പറയും ചിയാസീഡ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. എന്താണെന്നറിയത്തില്ല, എനിക്ക് ചിയാസീഡ് പറ്റത്തില്ല. പക്ഷേ എല്ലാവർക്കും ചിയാസീഡ്, ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ചിയാസീഡ് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ചിയാസീഡ്, പ്രത്യേകിച്ച് മുടി പൊഴിച്ചിലിനൊക്കെ ചിയാസീഡ് കഴിച്ചാൽ ഭയങ്കര നല്ലതാണ്. പക്ഷെ എനിക്കത് ബാക്കി കാര്യത്തിന് ചിലപ്പോൾ മുടി പൊഴിച്ചിൽ മാറുമായിരിക്കും. പക്ഷെ അതിന് എനിക്കൊരു സൈഡ് എഫക്റ്റ് ഉള്ളത്, എനിക്കത് ഒരു കോൺസ്റ്റിപ്പേഷൻ പോലെ ഫീൽ ചെയ്തായിരുന്നു ഞാനത് കുറച്ച് നാൾ കഴിച്ചപ്പോൾ. അപ്പം അതെങ്ങനെ അപ്പം അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ അത് എനിക്ക് പറ്റത്തില്ല. അതുപോലെ എല്ലാവരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്. അപ്പം അവരവർക്ക് പറ്റുന്നത് ചൂസ് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു ചലഞ്ച് തന്നെയാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവരവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചൂസ് ചെയ്ത് നമ്മൾ കഴിക്കുക. കഴിച്ചു നോക്കിയാലേ അത് അറിയാനും പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് എങ്ങനെ ഇപ്പം അറിയാൻ പറ്റുന്നത്? അപ്പം പല കാര്യങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഇപ്പം യൂട്യൂബിലും ഇപ്പം ഞാൻ ഉൾപ്പെടെ ഇടുന്ന വീഡിയോസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ കാണും, പക്ഷെ അവർ പരീക്ഷിച്ച് നോക്കി നമുക്കത് പ്രശ്നമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം അതിനെ കട്ട് ചെയ്യുക, അടുത്തതിലേക്ക് കടക്കുക. അത് വെച്ചോണ്ട് ഒരിക്കലും ഇരിക്കല്. നമുക്ക് നമ്മുടെ ബോഡിക്ക് ഇത് ചേരുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അത് മാറ്റുക, വേറെ ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്, അത് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്താലേ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് പറ്റുന്ന എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണണം. ഡോക്ടേഴ്സിനാണേലും ഇപ്പോൾ പറയാൻ പറ്റുമോ, കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ ഇത് നിങ്ങളുടെ ബോഡിക്ക് ചേരുന്നോ ഇല്ല എന്നുള്ള കാര്യം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഇതിനകത്തുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോഴത്തേനും അത് ഫ്ലോപ്പ് ആകുക എല്ലാവർക്കും പറ്റുന്ന കാര്യമായിരിക്കും, പക്ഷെ അത് നമുക്ക് പറ്റത്തില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഒരു ചലഞ്ച് തന്നെയാണ് ആക്ച്വലി ഈടായിട്ട് എടുക്കുന്നവർക്ക്. അപ്പം ഇപ്പൊ കുറേ ആയി ഞാൻ ഒരു കാര്യം തന്നെ സംസാരിച്ച് കുറേ ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്ത എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസ് കാര്യങ്ങളുമൊക്കെ. അത് ഞാൻ ഓവർകം ചെയ്തു. കുറേയൊക്കെ ഓവർകം ചെയ്ത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു മെൻ്റൽ എന്താ പറയുന്ന ആ ഒരു സ്ട്രെങ്ത് കൊണ്ടാണ് ഞാനത് ഓവർകം ചെയ്തത്. അതല്ലാതെ അതല്ലാതെ ടിപ്പുകളൊന്നും പ്രത്യേകിച്ച് എല്ലാം അവനവൻ്റെ കൺട്രോളിലാണ് എല്ലാം ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഡയറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾ തന്നെ ആ ഒരു കൺട്രോൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ആര് വണ്ണം കുറയ്ക്കുന്ന ചിലപ്പം വേറൊരാൾ പറയുന്ന ഒരു മോട്ടിവേഷൻ ആയിരിക്കും. എത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്താലും നമ്മൾ വിചാരിക്കണം, അതല്ലാതെ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.